എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് മഞ്ഞൾപ്പൊടിയും കായവും പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിൽ പിന്നെ നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഒന്ന് മൂത്ത് വരുമ്പോൾ നാളികേരം കറിവേപ്പിൻ്റെ ഇട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് സാമ്പാർ പൊടി ഇടുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് നന്നായി വെന്ത പരിപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വെണ്ടക്കായ, വഴുതനങ്ങ, മുരിങ്ങക്കായ, തക്കാളി, സബോള അങ്ങനെ കുറച്ച് കഷ്ണം ഇവിടെ കഷ്ണങ്ങൾ ആർക്കും ഇഷ്ടമല്ല. അത് വിസിൽ വരണം കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചു. എന്നിട്ട് നമ്മൾ നാളികേരം ഉണ്ടല്ലോ, നാളികേരം വറുത്തത് നന്നായിട്ട് അരച്ച് ഇതാക്കിയപ്പോൾ അതേ കുക്കറിൽ വേവുന്നുണ്ട്. അവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചെറിയൊരു ഇതിട്ട് അധികം പുളി ഇവിടെ അധികം പുളിയൊന്നും ഇഷ്ടമല്ല, അധികം കഷ്ണങ്ങൾ ഇഷ്ടമല്ല. നല്ല ചാറ് പോലെ വേണം സാമ്പാർ, വെള്ളം പോലെ വേണം, എന്നാലും ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് പുളി ഒഴിച്ച് നന്നായി തിളപ്പിച്ച് എന്നിട്ട് വറുത്ത നാളികേരം അതിലിട്ട് ആവശ്യത്തിനുള്ള നമുക്ക് എത്രയും ആവശ്യത്തിച്ചാൽ അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായി വെട്ടി തിളയ്ക്കണം. ഈ പച്ച കുത്തും അല്ലാതെ പുളിയുടെ ഇതും അരച്ച നാളികേരത്തിൻ്റെ മസാല കുത്തും ഒക്കെ മാറണ വരെ തിളപ്പിച്ച് പത വറ്റി കഴിയണ വരെ തിളപ്പിക്കുക. അങ്ങനെ നന്നായി തിളപ്പിച്ച് നല്ലൊരു വറവ്, കടുക്, ഉലുവ, കറിവേപ്പില, ഉണക്കമുളക്, കുറച്ച് സാമ്പാർ പൊടി ഇത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചെടുത്ത് നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ എന്താ സാധാരണ പോലെ തന്നെ എന്നത്തെയും പോലെ അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം കാച്ചിയതും സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചില്ല, സാമ്പാർ റെസിപ്പി മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. മറ്റേതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ പാത്രം തേച്ച് വൃത്തിയാക്കി വയ്ക്കുക, അടക്കി ഒതുക്കി അടുക്കള ക്ലീൻ ചെയ്യുക, ഇതാണ് അടുത്ത പരിപാടി. ഇത് അടുപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി ഇതൊന്നും ചെയ്യണ പരിപാടി തന്നെ. എല്ലാ വീട്ടമ്മമാർക്കും ഇത് തന്നെ പണി, വേറെ എന്താല്ലേ നമ്മളെ പണി ഇതല്ലേ. ഈ അടിക്കലും തുടയ്ക്കലും വെച്ചുണ്ടാക്കലും ഇതെല്ലാം നമ്മളെ പരിപാടി. അപ്പോൾ അങ്ങനെ വക പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലായിടും തുടച്ച് മിക്സിയും എല്ലാം തുടച്ച് ചുമരവും ഒക്കെ തുടച്ച് ക്ലീനാക്കി റെഡിയാക്കിയിട്ട് വെച്ച് ഇപ്പോൾ അടുക്കള സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഓക്കെ ബൈ. എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ.